ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഒരുപാട് വെറൈറ്റികൾ വന്നിട്ടുണ്ട്. കുന്തൻ സ്റ്റോളുകളുടെ കുറച്ചധികം കളക്ഷൻസ് ഉണ്ട്. അതുപോലെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക, മിസ്സാക്കാതിരിക്കുക. അതുപോലെ തന്നെ ഇന്നൊരു ഗീവ് അവേ ഉണ്ട്. അപ്പോൾ വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് ഗീവ് അവേ എന്താണ്, അതിൻ്റെ ഗിഫ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ ഇനി പറയാനുള്ളത്, നമ്മളെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഫ്രീ ക്ലാസ് 28-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഒരുവിധം ആൾക്കാരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മെറ്റീരിയൽസ് ഒക്കെ എത്തിയിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ നമ്മൾ അഡ്മിഷൻ എടുത്തവർക്ക് മെറ്റീരിയൽസ് സെൻഡ് ചെയ്യുന്നതാണ്. 1000 റുപ്പീസിൻ്റെ കിറ്റാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ, ഇനി അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിച്ച് നിൽക്കുന്നവർ പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. നമ്മൾ ഐറ്റംസ് നിങ്ങളുടെ കയ്യിൽ എത്തിയതിന് ശേഷം നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ 28-ാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ 5 ദിവസം മുന്നേ ആയിട്ടെങ്കിലും നിങ്ങൾ അഡ്മിഷൻ എടുത്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഡേറ്റിൽ നിങ്ങളുടെ കയ്യിലേക്ക് മെറ്റീരിയൽസ് എത്തിക്കാൻ പറ്റുള്ളൂ. ഇനി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ബാച്ചിലേക്കായിരിക്കും നിങ്ങളെ ജോയിൻ ചെയ്യിക്കുക. അപ്പോൾ നമുക്ക് മെറ്റീരിയൽസിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ കാണാം. അപ്പോൾ വന്നിട്ടുള്ളത് ഫസ്റ്റ് 2 ടൈപ്പ് പ്ലെയേഴ്സാണ്. ഒന്ന് കട്ടറും ഒരു പ്ലെയറും ആണ് വന്നിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് അത്യാവശ്യം മേക്കിംഗ് പഠിക്കാൻ തുടങ്ങുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മെയിനായിട്ടുള്ള 2 ടൂൾസുകളാണ്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്രീ ക്ലാസ്സിലേക്കുള്ള കിറ്റിൽ ഈ ടൂൾസുകൾ രണ്ടും ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ബാക്കി എന്തൊക്കെയാണ് മെറ്റീരിയൽസ് എന്ന് നോക്കാം. ഫസ്റ്റ് വന്നിട്ടുള്ളത് ഗോൾഡൻ ചെയിനാണ്. നമ്മൾ പാദസരം ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഗോൾഡൻ ചെയിനാണ്. ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു ടൈപ്പ് ചെയിനാണ് കേട്ടോ. ഇത് വെച്ച് നമുക്ക് ചെയിനും ബ്രേസ്ലെറ്റും ഒക്കെ ചെയ്യാൻ പറ്റും. അതിത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് പാദസരത്തിന് വേണ്ടിയിട്ടാണ്. ഇതുപോലെ കട്ട് ചെയ്തൊരു പീസായിരിക്കും ഇതിലുണ്ടാവുക. ഇത് 20 ഗ്രാമിൻ്റെ ഒരു പീസാണ് ഉണ്ടായിരിക്കുക. ഇതിന് 40 രൂപയാണ്. 10 ഗ്രാമിന് 20 രൂപയാണ് നമ്മൾ പ്രൈസ് ഇട്ടിട്ടുള്ളത്. ഈ ഒരു പീസിന് 40 രൂപയാണ്. ഈ സെയിം ഇതിൻ്റെ സിൽവർ കളറാണ്. ഇതേപോലെ തന്നെ കട്ട് ചെയ്ത പീസുകളാണ് ഇതിലുള്ളത്. ഇതും 20 ഗ്രാമിൻ്റെ ഓരോ പീസുകളാണ്. ഇതിനും 40 രൂപയാണ് റേറ്റ് വരുന്നത്. ഗീവ് അവേൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അതായത് നിങ്ങൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് 24 മണിക്കൂർ വെക്കുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കമൻറ്റും കൂടി ചെയ്യുക. തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നത് ഒരു പാലക്ക ചെയിനാണ്. അപ്പോൾ ഈ പാലക്ക ചെയിൻ ഇഷ്ടമായവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു തരിക. അപ്പോൾ അടുത്ത ഐറ്റം വരുന്നത് ഐപ്പിന്നാണ്. ഐപ്പിന് 2 കളറിൽ വരുന്നുണ്ട്, സിൽവറും അതുപോലെ തന്നെ ഗോൾഡൻ കളറിലും. അപ്പോൾ ഇതിൻ്റെ കൂടെ പേരുകൾ പറയുമ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക പേരുകളും ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടായിരിക്കും. ഗോൾഡൻ കളർ പിന്നാണ്. ഇപ്പോൾ ബേസിക് അറിയാത്തവർക്കാണ് കേട്ടോ ഇതൊക്കെ യൂസ് ആവുക. നമ്മൾ പെട്ടെന്ന് കാണിച്ചു പോവാം. അടുത്തത് വരുന്നത് ഹെഡ് പിന്നാണ്. ഇതിപ്പോൾ സിൽവർ കളറാണ്. ഇതിൻ്റെ ഗോൾഡനും ഉണ്ട്. എന്താ പറയുക, ഈ ഹെഡ് പിന്നും ഐ പിന്നും തമ്മിലുള്ള വ്യത്യാസം, ഹെഡ് പിന്നിൻ്റെ എഡ്ജ് ഇതുപോലെ നമ്മൾ ആണീൻ്റെ ഒക്കെ പോലെ ആയിരിക്കും. അടിഭാഗം ഇതുപോലെ ഫ്ലാറ്റ് ആയിരിക്കും. ഐ പിന്ന് റൗണ്ട് ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. ഇയറിങ്സ് ഹുക്കാണ് അടുത്ത് വരുന്നത്. ഇത് സിൽവറും വരുന്നുണ്ട്, ഗോൾഡും വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഒരുപാട് കാണിച്ച ഐറ്റംസാണ്. പെട്ടെന്ന് കാണിച്ചു പോകുന്നേ ഉള്ളൂ. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കി ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ റേറ്റൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത് വരുന്നത് ഫിഷ് ലോക്കാണ്. ഇതും സിൽവറും ഗോൾഡും വരുന്നുണ്ട്. അടുത്തത് ജംറിങ് ആണ്. ഇത് നമുക്ക് കൊളുത്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു സിൽവർ കളറിലും ഗോൾഡൻ കളറിലും ഇത് വരുന്നുണ്ട്. അത് സെറ്റായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും വാങ്ങിക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കണമെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാം. ഇനി ഇതാ ഈ ഒരു ഐറ്റമാണ്. ഇത് കാറ്റലോഗിൽ കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചത് എന്താ ഐറ്റമെന്ന്. ഇത് ജംറിങ് തന്നെയാണ്. ഇത് നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ടൈപ്പ് ജംറിങ് ആണ് കേട്ടോ. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്കിങ്ങനെ വലിച്ച് സ്പ്രിങ് പോലെയാണ്. ഇത് വലിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ സെൻറ്ററിൽ കട്ട് ചെയ്തിട്ട് ജോയിൻറ്റ് ചെയ്തെടുക്കാം. ഇത് വെച്ചിട്ടുള്ള വീഡിയോസൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഐറ്റം ഗിയർ വയറാണ്. നമ്മൾ ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്ന ആ ഒരു ടൈപ്പ് ഗിയർ വയർ അല്ലത്. ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് മാലയും ഒക്കെ കോർക്കാനുള്ള ഐറ്റമാണ്.
അതായത് വളച്ച് കഴിഞ്ഞാലും അങ്ങനെ നമ്മൾ പിരിച്ചു കഴിഞ്ഞാലൊന്നും പിരിയൊന്നുമില്ല. അതായത് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കില്ല, നമുക്ക് ചെയിന് പോലെ ലൂസായിട്ട് ചെയ്യാം. ഇതിൽ ജസ്റ്റ് ഒരു പെൻഡൻറ്റ് മാത്രം ഇട്ടിട്ടൊക്കെ നമുക്ക് ചെയിനൊക്കെ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സിൽവർ കളറും ഗോൾഡൻ കളറും ഒക്കെ വരുന്നുണ്ട്. അടുത്ത വരുന്നത് നോർമൽ ഗോൾഡൻ ജംറിങ് ആണ്. നേരത്തെ നമ്മൾ കണ്ടല്ലോ സിൽവറിൻ്റെ അതേ ഒരു ടൈപ്പിൽ തന്നെ വന്നിട്ടുള്ളത്. ഇനി അടുത്ത് വരുന്നത് കിലുക്കാണ്. പാദസരത്തിൻ്റെ സിൽവറും അതുപോലെ തന്നെ ഗോൾഡൻ കളറും ഉണ്ട് കേട്ടോ. അത് ഒക്കെ വലിയ ടൈപ്പാണ്. ചെറിയ കുഞ്ഞുങ്ങൾക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു 7, 8, 9 ആ ഒരു റേഞ്ച് മുതൽ വലിയ ആൾക്കാർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടൈപ്പാണ്. ഒരുപാട് പേര് പാദസരത്തിൻ്റെ ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടോ, കിറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാദസരത്തിൻ്റെ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്, കിറ്റ് ഒന്നും റെഡിയാക്കിയിട്ടില്ല. അപ്പോൾ ഇത് പാദസരത്തിന് ഇടയിലിട്ട് കൊടുക്കുന്ന ബീഡ്സ് ആണ്. ഇനി വരുന്നത് 4mm ഗോൾഡൻ ആണ്. ഇതിൽ ഒരു ഡിസൈന് വരുന്നുണ്ട് കേട്ടോ. ഇത് നല്ല ക്വാളിറ്റി ഉള്ള, നമുക്ക് കുറേ കാലം കാലിലാണെങ്കിൽ നനവൊക്കെ തട്ടുന്നതല്ലേ, എന്നാലും കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അടുത്തത് വരുന്നത് ഈ ഒരു ഇയറിങ്സ് റിംഗ് ആണ്. ഇത് നമുക്ക് വെറുതെ ജസ്റ്റ് ബീഡ്സൊക്കെ കോർത്തിട്ട് ചെയ്യാൻ പറ്റും. ഫ്യൂസ്ഡാണ് അടുത്ത് വരുന്നത്. ഇതിൻ്റെ സിൽവറും ഗോൾഡും ഉണ്ട്. നമ്മൾ മുൻപ് ഒരു വീഡിയോയിൽ ഗോൾഡൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എന്തിന് യൂസ് ചെയ്യുന്ന ഒരുപാട് പേര് ചോദിച്ചിരുന്നു. ഇത് നമ്മൾ പാദസരം ഒക്കെ ചെയ്യാൻ അതിൽ മണികൾ ഇങ്ങനെ ഹാങ്ങിങ് ആയി കിടക്കുന്നതിന് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ സിൽവർ കളറിലുള്ള ചെയിനിൻ്റെ കൂടെ ചെയ്യാനുള്ളതാണ് സിൽവർ കളറ് ഫ്യൂസ്റ്റർ വയർ. ഇത് അതിൻ്റെ ഗോൾഡൻ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. ഈ ഒരു ടൈപ്പിൽ ഒരു ബഞ്ചായിട്ടാണ് ഇത് വരുന്നത്. ഇതിന് 20 രൂപ എന്തോ ആണ് റേറ്റ് വരുന്നത്. കാറ്റലോഗിൽ ഇട്ടിട്ടുണ്ട് കറക്റ്റ് റേറ്റ്. ഒരു ബഞ്ച് ഉണ്ടെങ്കിൽ നമുക്കൊരു പാദസരം ഫുള്ളായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതുപോലുള്ള കുഞ്ഞ് പെൻഡൻറ്റുകളുണ്ട്. ടെഡിയുടെ 2 ടൈപ്പ് വന്നിട്ടുണ്ട്. ഒരു കുഞ്ഞ് ഫുൾ ടെഡി ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഫേസ് മാത്രമുള്ള ടൈപ്പുണ്ട്. അതുപോലെ ഈ ഒരു സംഭവമുണ്ട്. അപ്പം ഇത്ര ഐറ്റംസൊക്കെ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്ത്, കുറച്ച് ഐറ്റംസേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ബട്ടർഫ്ലൈസ് ഉണ്ട്. സിമ്പിളായിട്ടുള്ള കൊറിയൻ ടൈപ്പ് ചെയിനൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള 2 സൈഡിലും ഇതുപോലെ ലൂപ്പുകളുള്ള ചെയിൻ പെൻഡൻറ്റുകളാണിത്. ചാംസാണ്. നമ്മൾ മുൻപൊരു സൺഫ്ലവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈപ്പ് കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ വരുന്നത് ഈ ഒരു സ്പേസറാണ്. ഇത് ഗോൾഡൻ കളറിൽ വന്നിട്ടുള്ളതാണ്. തീരെ ചെറുതല്ല, അത്യാവശ്യം വലുപ്പമുള്ളതാണ്. നമ്മൾ 6mm 4mm ഒക്കെ ബീഡ്സിന് ഇടയ്ക്കൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ളതാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ബ്രേസ്ലെറ്റും ചെയിനും അതുപോലെ കമ്മലും ഒക്കെ ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. ഇനി കുന്തൻ സ്റ്റോണാണ്. നല്ല ഭംഗിയുള്ള ഗ്രീൻ കളറാണ് കേട്ടോ. ഇത് വെച്ച് നമുക്ക് അടിപൊളി നെക്ലേസുകളൊക്കെ ഈ ഓണത്തിന് ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണിത്. അതേ സ്റ്റോൺ വെച്ചിട്ട് തന്നെ നമുക്ക് സ്റ്റഡൊക്കെ ചെയ്യാൻ പറ്റും. ഹാങ്ങിങ് ആയിട്ടുള്ളത് അതിൻ്റെ മുകളിലും സ്റ്റഡായിട്ട് ഈ ഒരു ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ സെറ്റായിട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരിക്കും. സെയിം ഐറ്റം തന്നെ ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത്. ബ്ലാക്കും വൈറ്റും പറയേണ്ടല്ലോ, അടിപൊളി കോമ്പിനേഷനാണ്. ഇതൊക്കെ സെയിം റേറ്റ് ആണ് കേട്ടോ. ഇതൊക്കെ ഒരു പീസിന് 10 രൂപ മാത്രമേ ഉള്ളൂ. ഗിയർ ലോക്ക് വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, കുറച്ച് ഹെവി ആയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നല്ല ഭംഗി ഉണ്ടാവും ചെയ്തിട്ടുണ്ടെങ്കിൽ. അടുത്തത് വരുന്നത് ഈ ഒരു ഓവൽ ഷേപ്പിൽ വരുന്ന സ്കൈ ബ്ലൂ ആണ്. ഇത് റേറ്റിൽ എന്തോ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് അത്ര ഓർമ്മയില്ല. കാറ്റലോഗ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൽ നമ്മൾ 2 കളേഴ്സാണ് കിട്ടിയിട്ടുള്ളത്. എന്താ പറയുക, സ്കൈ ബ്ലൂവും അതുപോലെ റെഡ് നോക്കാം നമുക്ക്. ഒരുപാട് വെറൈറ്റി സ്റ്റോണുകൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് എന്തെല്ലാം ഐറ്റംസാണെന്നൊക്കെ മനസ്സിലാവുള്ളൂ. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു ബ്ലാക്കിലുള്ളതാണ് കേട്ടോ. ഇത് ഒറ്റ സ്റ്റോണിലാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള സ്റ്റോണാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ഷൈനിങ് ഉണ്ട് കാണാൻ. നമ്മൾ ജോക്കർ ടൈപ്പൊക്കെ ചെയിനൊക്കെ ചെയ്യാൻ സെൻറ്ററിൽ വെക്കാൻ പറ്റിയ ടൈപ്പാണ് കേട്ടോ. അതിലൊരു 3-4 കളേഴ്സ് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. ഇതിന് ഒരു പീസിന് 15 18 അങ്ങനെ എന്തോ ആണ് റേറ്റ്. നല്ല ബോട്ടിൽ ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, അതുപോലെ ഈ സ്കൈ ബ്ലൂ, ഈ ഒരു കളറിലുള്ളത്. പിന്നെ അന്നത് നേരത്തെ കണ്ട ബ്ലാക്കും ഓവൽ ഷേപ്പുള്ളതും റൗണ്ട് ഷേപ്പുള്ളതും ഒക്കെ നല്ല ഗ്ലേസിങ് ഉള്ള ഐറ്റംസാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് അടിപൊളി ഐറ്റംസൊക്കെ ചെയ്യാം. ഇത് വെച്ച് സ്റ്റഡ് ചെയ്യാൻ പറ്റും.
ഇനി ഒരു അടിപൊളി അഡാറായിട്ടാണ്, നല്ല ക്യൂട്ടായിട്ടുള്ള സംഭവമാണ് കേട്ടോ. ഗിയർ വയർ സിൽവറിൽ നമുക്ക് ഈ ഒരു 2 സ്റ്റോപ്പർ സൈഡിൽ കൊടുത്തിട്ട് ഒരു 3 ബോൾസൊക്കെ ഇട്ട് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഒരു 5 രൂപ മാത്രമാണ് ഓരോ പീസിനുള്ളത് റേറ്റ്. ഇതിൽ തന്നെ ഗോൾഡൻ വന്നിട്ടുണ്ട് മൾട്ടി കളറിൽ, ഇതിന് വൈറ്റ് മാത്രം വന്നിട്ടുള്ളതുകൊണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് ബ്രേസ്ലെറ്റും നെക്ലസും അങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് സ്റ്റഡും ചെയ്യാം. അങ്ങനെ സെറ്റായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ്. 5 രൂപ മാത്രമേ ഉള്ളൂ ഒരു ബോളിന്. ഇത് കുറച്ച് വലിയ ബോളാണ്, ഇത്തിരിയും കൂടി വലിപ്പമുണ്ട് കാണാൻ. റേറ്റിൽ എന്തോ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പ്ലെയിൻ ആയിട്ട് വൈറ്റ് വരുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോയിൽ മിസ്സായി പോയതാണ്. ഇത് വരുന്നത് ഫ്ലവർ ക്യാപ്പാണ്. നമുക്ക് ഇയറിങ്സിലൊക്കെ മുകളിലായിട്ട്, ബീഡ്സിൻ്റെ മുകളിലായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു സംഭവമാണിത്. ഇതൊക്കെ നമ്മൾ മുമ്പ് കൊണ്ടുവന്നിട്ടുള്ള ഐറ്റമാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരുപാട് എൻക്വയറി ഉണ്ട് ഈ ഓണം സ്പെഷ്യലായിട്ട്. അപ്പം ഇത് വെച്ചിട്ടുള്ള ചെയിന് ചെയ്യുമോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചില ചെയ്യട്ടാ, നല്ല ഭംഗിയുണ്ട്, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ടൈപ്പാണ്. ഇതുപോലെ 2 ഹോൾസാണ് വന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഗിയർ വയർ മാത്രം ചെയ്യാം, വൈറ്റ് ബീഡ്സ് ഇട്ടിട്ട് അങ്ങനെയും ചെയ്യാം. ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അടുത്തത് മാലപ്പിരിയാണ്. ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, നമ്മൾ കാറ്റലോഗിൽ ഇട്ടിട്ടുണ്ട്. അടുത്ത് വരുന്നത് ബ്രേസ്ലെറ്റിനൊക്കെ അതുപോലെ ചെയിനിനൊക്കെ ചെറിയ ഹുക്സ് ഉണ്ടല്ലോ, കരിമണിക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള, അതിൻ്റെ സിൽവറും ഗോൾഡും വന്നിട്ടുണ്ട്. ഹുക്കും അതിൻ്റെ കൂടെ 2-3 ജമ്പിങ് ഇങ്ങനെ ചെയിന് പോലെ വന്നിട്ടുള്ള ടൈപ്പ്. നെക്സ്റ്റ് ഐറ്റം മെമ്മറി വയറാണ്. ഗോൾഡൻ ആണ്. സിൽവർ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഗോൾഡനും വന്നിട്ടുണ്ട്. അത് നമ്മുടെ പുതിയ ബീഡ്സ് ഉണ്ടല്ലോ, ഡബിൾ ഷെയ്ഡിൽ വന്നിട്ടുള്ള 12 കളേഴ്സ്, അത് വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ടൈപ്പാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടാവും കുട്ടികൾക്കൊക്കെ. അതിൻ്റെ സെറ്റായിട്ട് മാലയും അതുപോലെ ഈ ഒരു വളയും ചുറ്റുവളയും ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. ഹെയർ ബാൻഡും ചെയ്താൽ അടിപൊളിയായിരിക്കും. ഓണത്തിന് സ്പെഷ്യലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണത്. അടുത്തത് വരുന്നത് ബാക്ക് ത്രെഡാണ്. ഇനിയാണ് അടിപൊളി ഐറ്റം വരുന്നത് പെൻഡൻറ്റുകൾ. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ടൈപ്പാണ് കേട്ടോ. കണ്ടാൽ തന്നെ മനസ്സിലാവും. നമുക്ക് ലോങ് ചെയിനായിട്ടും അതുപോലെ കുറച്ച് കുടുങ്ങിക്കിടക്കുന്ന നെക്ലെസ് ആയിട്ടും ഒക്കെ ചെയ്യാൻ പറ്റും. ഇത് ബ്ലാക്ക് ചരടിൻ്റെ കൂടെ മാത്രം ഇട്ടാലും നല്ല ഭംഗിയുണ്ടായിരിക്കും കാണാൻ. ഇനി ബ്ലാക്ക് ബീഡ്സ്, മെറൂൺ ബീഡ്സ്, ഡാർക്ക് ഗ്രീൻ ബീഡ്സ് ഒക്കെ ചെയ്യാൻ പറ്റും. താഴെ ഇതുപോലുള്ള ലൂപ്പുകളുണ്ട്, അതിൽ നമുക്ക് കുങ്കുരുവോ അതുപോലെ ബീഡ്സൊക്കെ ഇട്ട് കൊടുത്താൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതിൽ 5 ടൈപ്പ് പെൻഡൻറ്റുകളാണുള്ളത്. ഒന്ന് ഇതാ ഈ ഒരു ആനൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ കുറച്ച് കൊണ്ടുവന്നിട്ടുള്ളൂ, വേണം എന്നുള്ളതിനനുസരിച്ച് നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ചെയ്യാൻ പറ്റും. അടുത്തത് ഷുഗർ ബീഡ്സ് ആണ്. ഗോൾഡൻ കളറിലും ഈ ഒരു കളറിലുമാണ് ഉള്ളത്. അടുത്ത് വരുന്നത് സമൂസയാണ്. ഇത് നമുക്ക് ചെയിനിൻ്റെ എൻഡിലായിട്ട് ചെയ്യുന്നൊരു ഐറ്റമാണ് കേട്ടോ. ഇത് നമ്മുടെ സ്റ്റഡുകളാണ്. ഗോൾഡനും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സിൽവറിലും വന്നിട്ടുണ്ട്. അതിൻ്റെ വാഷറാണ് അടുത്തത്. അപ്പോൾ നേരത്തെ നമ്മൾ വിട്ടുപോയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ അത്. ഇത് വൈറ്റ് സ്റ്റോൺ വന്നിട്ട് ബോൾ ബീഡാണ്. അടുത്ത ഐറ്റം ക്രിസ്റ്റൽ ബീഡ്സ് ആണ്. ബീഡ്സിൻ്റെ വീഡിയോ നമുക്ക് നെക്സ്റ്റ് ചെയ്യാം. അപ്പോൾ അത് ഏതായാലും എടുത്തില്ല, നമുക്കിത് കാണാം. ഇത് വരുന്നത് സിൽവർ കളറിലുള്ള ക്രിസ്റ്റൽ ബീഡ്സ് ആണ്, 3 mm. നല്ല ഭംഗിയുണ്ട്, പാദസരമൊക്കെ ചെയ്യാനുള്ള ഐറ്റമാണ് കേട്ടോ. അതുപോലെ പാലക്ക സെറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു മേക്ക് ചെയ്യാനുള്ള ഐറ്റം. അപ്പം ഇതിൽ നമുക്ക് മേക്ക് ചെയ്യാനുള്ള പെൻഡൻറ്റ് കിട്ടിയിട്ടുള്ളത് മെറൂൺ കളറിലുള്ള ഈ ഒരു ലോക്കറ്റുകളാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റൊക്കെ നമ്മൾ കാറ്റലോഗിൽ ഇട്ടിട്ടുണ്ട്, എനിക്കിപ്പോൾ കറക്റ്റ് ഓർമ്മയില്ല. ഇത് നമുക്ക് ഗിയർ വയറിൽ സ്റ്റോപ്പർ യൂസ് ചെയ്തിട്ട് 3 പെൻഡൻ്റായിട്ടോ 1 പെൻഡൻ്റായിട്ടോ യൂസ് ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയുണ്ടാവും കാണാൻ. പിന്നെ വരുന്നത് ഈ ഒരു ടൈപ്പിലുള്ള സ്റ്റഡുകളാണ്. ഇത് ഗ്രീൻ കളറിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പാലക്കാൻ്റെ ചെയിനിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സ്റ്റഡൊന്നുമില്ല. അപ്പോൾ സ്റ്റഡ് വേണമെന്നുള്ളവർ ഇതിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കാറ്റലോഗിൽ ഇട്ടിട്ടുണ്ട്, എനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല എന്താണ്. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഗീവവേയുടെ കാര്യവും മറക്കണ്ട. അപ്പോൾ പാലക്കാ ചെയിൻ വേണ്ടവരെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ ലിങ്ക് വാട്സപ്പിൽ സ്റ്റാറ്റസായി വെക്കുക. 24 മണിക്കൂർ വെക്കണം.
സ്ക്രീൻഷോട്ട് അയക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. ബൈ.